ജിത്തുഭായ്, പുതിയൊരു വൻ വിവാദം ഉണ്ടാകുന്നു. പൊട്ടിപ്പുറപ്പെട്ടോ? യൂട്യൂബർ ജ്യോതി മൽഹോത്ര, അറിയോ ആളെ? പിന്നെ അറിയില്ല. അറിയില്ലേ? ഒരു മനുഷ്യ ചാരപ്രവൃത്തി നടത്തി ഒറ്റിക്കൊടുത്തു ഇന്ത്യയെ പാകിസ്ഥാന് എന്നുള്ള കേസിൽ ഇപ്പോ കറന്റ്ലി NIA അറസ്റ്റിലുള്ള യൂട്യൂബർ ട്രാവൽ വിത്ത് ജോ എന്ന് പറഞ്ഞുള്ള ചാനലിലാണ് ഇവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ വിഷയത്തിൽ ഇതിന് മുന്നേ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവര് കേരളത്തിൽ വന്നു പോയിട്ടുണ്ട്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് ട്രാവൽ വ്ളോഗർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനവും നേരത്തെ വൻ ചർച്ചയായത്. ജനുവരിയിലാണ് ഇവർ കേരളത്തിൽ വന്നത്. അറസ്റ്റിലായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മെയിലും. എന്നാൽ ഇവർ കേരളത്തിലെത്തിയത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. ജ്യോതിയടക്കം 41 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ സേവനം സമൂഹമാധ്യമ പ്രചാരണത്തിനായി പ്രയോജനപ്പെടുത്തിയെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കുന്നു. വന്നവരുടെ പട്ടികയും സന്ദർശിച്ച സ്ഥലങ്ങളും ഇതിലുണ്ട്. ടൂറിസം വകുപ്പിന്റെ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുത്ത വിവിധ ഏജൻസികൾ മുഖേനയാണ് ഇവർ പ്രചാരണം നടപ്പിലാക്കിയത്. യാത്ര, ഭക്ഷണം, താമസം തുടങ്ങിയവയുടെ ചെലവുകളും പ്രതിഫലവും സർക്കാരാണ് നൽകിയത്. എന്നാൽ ഇവരെ സർക്കാരിന്റെ അതിഥികളായി പരിഗണിക്കാൻ കഴിയില്ലെന്നും രേഖകളിലുണ്ട്. ഇതിനിടെ സംഭവത്തിൽ വിശദീകരണവും ആരോപണങ്ങൾക്ക് മറുപടിയുമായി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നു. ചാരപ്രവൃത്തി ചെയ്യുന്നയാളാണ് ജ്യോതിയെന്ന് അറിഞ്ഞിരുന്നില്ല. വ്ളോഗിങ്ങിലെ ആകർഷണീയത്വവും സ്വീകാര്യതയും അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് കേരള ടൂറിസം പ്രചാരണത്തിനായി ഇൻഫ്ലുവൻസേഴ്സിനെ തെരഞ്ഞെടുത്തതെന്ന് സർക്കാർ പറയുന്നു. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാന മേഖലകളിലും മൂന്നാർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ജ്യോതി മൽഹോത്ര സന്ദർശനം നടത്തിയിരുന്നു. 2023 ശേഷം ഒന്നിലധികം തവണ പാകിസ്ഥാൻ സന്ദർശനം ജ്യോതി നടത്തിയിട്ടുണ്ട്. പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായും അവിടുത്തെ ചാരസംഘടനയുമായും ബന്ധമുണ്ടെന്നതിനുള്ള തെളിവുകളും അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിരുന്നു. എല്ലായിടത്തും കണ്ണൂർ വന്നിറങ്ങി. പിന്നെ അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തത് ഇപ്പൊ നമുക്ക് അറിയപ്പെടുന്നത്, അതായത് നമ്മളുടെ ടൂറിസം വകുപ്പാണ് ഇത്ര വരെ കൊണ്ടുവന്നത്. അങ്ങനെയാ പറയണേ. വിവരാവകാശം വെച്ച് അന്വേഷിച്ച സമയത്ത് ടൂറിസം വകുപ്പ് ആണ് ഇവരെ ഇവിടെ അസൈൻ ചെയ്ത് കൊണ്ടുവന്നേന്നാണ് പറയുന്നത്. അപ്പോ ഇവര് വന്ന് കണ്ട സ്ഥലങ്ങൾ കണ്ണൂര്, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ, ഇത്രയും സ്ഥലങ്ങളാണ് ഇവർക്ക് ടൂറിസം വകുപ്പ് വന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫുൾ ചെലവ് കിട്ടോ. ഹോട്ടൽ സ്റ്റേ അടക്കം എല്ലാ പരിപാടികളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്, ഏകദേശം എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട്. ഡൽഹി ടു കേരള ഫ്ലൈറ്റ് മുതൽ അങ്ങോട്ട് പരിപാടികൾ തുടങ്ങുകയാണ്. അതിൽ തന്നെ വീഡിയോ ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട്, എന്ത് കേരള ടൂറിസം വകുപ്പിന്റെ പരിപാടിക്ക് വീഡിയോ പ്ലേ ചെയ്യാം. वेलकम टू द चैनल ट्रैवल विद जो। दोस्तों, फिलहाल मैं हूँ दिल्ली के इंदिरा गांधी इंटरनेशनल एयरपोर्ट टर्मिनल 1 पर, और आज का हमारा सफर होगा गोड्स ऑन कंट्री मीन्स केरला, एंड वी आर गोइंग टू एक्सप्लोर केरला विद केरला टूरिज्म। दिस इज लाइक बिग अपॉर्चुनिटी ऑफ 2025 जो मैं केरला टूरिज्म के साथ केरला एक्सप्लोर करने वाली हूँ। आई एम सुपर डुपर एक्साइटेड। तो फाइनली हम टर्मिनल 1 पे पहुंच चुके हैं. ഓക്കെ, അപ്പോൾ അവർ കേരള ടൂറിസത്തിന്റെ കൂടെ തന്നെയാണ് കേരളം എക്സ്പ്ലോർ ചെയ്യാൻ പോണെന്നുള്ളത് അവർ കൃത്യമായിട്ട് അവരുടെ ചാനലിൽ പറയുന്നുണ്ട്. ആൻഡ് ഡിസ്ക്രിപ്ഷന്റെ അകത്തും അവർ വളരെ ക്ലിയർ ആയിട്ട് അത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എക്സ്പ്ലോർ കേരള വിത്ത് ഇൻസ്റ്റാ പേജ് കേരള ടൂറിസ്റ്റിന്റെ അവർ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡൽഹി ടു കേരള ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡിസ്ക്രിപ്ഷൻ ഫുള്ള് കൊടുക്കുന്നതിലൊക്കെ കേരള @ കേരള ടൂറിസം എന്ന് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഞാനിവിടെ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ വയ്ക്കാം. ഈ സ്ക്രീൻഷോട്ടാണ് വിവരാവകാശം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ആരൊക്കെ വന്നു പോയി ഇവിടെ യൂട്യൂബേഴ്സ്, ടൂറിസം വകുപ്പ് ആരൊക്കെയാണ് വിളിച്ചത്, അവരുടെ പേരെന്തൊക്കെ, അവരുടെ റേറ്റ്, അവർക്ക് എത്ര രൂപ വെച്ചാണ് കൊടുത്തിട്ടുള്ളത്, ഒക്കെ കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആയിട്ട് കിട്ടണമെന്ന് പറഞ്ഞ് കൊടുത്തതിനെ തുടർന്നിട്ടാണ് ഇവർക്ക് എന്ത് വന്നേ, ഈ തിരിച്ചുള്ള മറുപടി വന്നത്. ആ മറുപടി വന്നതിൽ ഇതിൽ എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ ക്യാമ്പയിൻ എന്ന പരിപാടിയിൽ വിവിധ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. മുണ്ടക്കൈ ദുരന്തത്തിനു ശേഷം വയനാട് ടൂറിസത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനാണ് പ്രസ്തുത പരിപാടി നടത്തിയത്. ഇവരുടെ പേര് വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. വയനാട് മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള വയനാട് ടൂറിസം ഇതാക്കാനും അവരെ പുനരുജ്ജീവിപ്പിക്കാനും വേണ്ടിയിട്ട് എന്ന് പറയുമ്പോ ഉളുപ്പില്ലാത്തവിടുത്തെ ഭരണകൂടത്തിനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. മാനവും മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് അവർ ഇപ്പൊ അടുത്താണ് അവർക്ക് ആ പുഴ ഗതിമാറി ഒഴുകി അവിടെ ഈ പറഞ്ഞ ആൾക്കാർ റോട്ടിലിറങ്ങിയിട്ട് 300 രൂപ ദിവസക്കൂലി കിട്ടുന്നില്ല സർക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവിടെ കടന്നിട്ട് അവർ ആ
പാവങ്ങൾ അത്രയും ഒച്ചയും വിളി ഉണ്ടാക്കി. ഇതിന് മുന്നേ നമ്മളടക്കം പല ആളുകൾ സംസാരിച്ചതാണ് അല്ലേ ഇതിന് മുന്നേ. അല്ല, ഇതിന് ടൂറിസം വകുപ്പില് വ്ളോഗേഴ്സിനെ കൊണ്ടുവന്ന് അവിടെ അങ്ങോട്ട് വയനാട് ഇതാക്കാൻ നടക്കുന്നതിന് മുമ്പ് അവിടെ ആ അവസ്ഥയിൽപ്പെട്ട ആളുകൾക്ക് ആ ഒരു പൈസ കൊടുക്കാൻ പറ്റുമോ? അതാ ആ ഒരു ചോദ്യം ഇനിയും ബാക്കിയായിട്ട് കിടക്കുന്നുണ്ടോ? അപ്പൊ ഇതിനിടയിൽ അത് കണ്ടപ്പോൾ ചോദിച്ചു പോയിന്നേ ഉള്ളൂ. ഇനി കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ടൂറിസം മിനിസ്റ്ററിനെ കുറ്റം പറയാൻ പറ്റുമോ? എന്താ നിങ്ങളൊരു അഭിപ്രായം? ഇപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സിനെ കൊണ്ടുമ്പോൾ പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഒരു പരിപാടി ആകുമ്പോൾ ഈ വരുന്നത് ആരാന്നുള്ളത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. ഞാൻ ഇതിലൊരു കാര്യം പറയട്ടെ, ഇവിടെ നമ്മുടെ ഇന്റലിജൻസ് ഫെയിലിയർ എന്നാണ് എനിക്ക് പറയുന്നത്. സ്റ്റേറ്റ് ഇന്റലിജൻസ് ആയിട്ട് മന്ത്രിയെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ആ ഒരു ടീം ഉണ്ടാവുമല്ലോ. ഇപ്പൊ എനിക്കിതിലൊരു കോൾ എന്താ വെച്ചെങ്കിൽ, ഇതിലൊറ്റടിക്ക് മുഹമ്മദ് റിയാസിന്റെ തലയിൽ കയറണം എന്നുള്ളത് എന്താ പറയുക, ഒറ്റടിക്ക് 100% അയാളുടെ തലയിലാണ് പ്രശ്നം എന്നുള്ളത് ഞാൻ പറയില്ല. വൈ? ബിക്കോസ് ഇവിടുത്തെ ഇന്റലിജൻസ് സിസ്റ്റം, ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റേറ്റിന്റെ ആണെങ്കിലും നാഷണൽ ഇന്റലിജൻസ് ആണെന്നുണ്ടെങ്കിലും പല സമയങ്ങളിലായിട്ട് ഫെയിലിയർ ആയ ഒരു പരിപാടി പ്രത്യക്ഷത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. അത് ഈ പഹൽഗാം ഇൻസിഡന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കിയാൽ മതി. നമ്മുടെ ഇന്റലിജൻസ് സിസ്റ്റം വളരെ എന്താ പറയുക, എവിടേക്കോ വീക്ക് ആവുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ടൂറിസം വകുപ്പ് മന്ത്രി അറിഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സംഗതികളും ചിലപ്പോൾ അയാൾ കണ്ടു കാണും, ഒപ്പിട്ട് കാണും, അയാൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ അന്വേഷിക്കേണ്ടത് ആരാ അറിയോ? മുഹമ്മദ് റിയാസിന്റെ പിന്നാലെ പോകുന്നതിന് മുമ്പ് ടൂറിസം വകുപ്പിൽ ആരാണ് ഈ പട്ടിക തയ്യാറാക്കിയത്? ആ ഓഫീസർ ആണ്. അതെ, ആ ഒരു ലിസ്റ്റ് അവരെ തന്നെ ഞാൻ പറഞ്ഞത്. അതുമായിട്ട് അപ്പം മന്ത്രി സ്വാഭാവികമായിട്ടും വരും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മന്ത്രി വരും, പക്ഷെ 100% ഇത് റിയാസിന്റെ തലയിൽ കൊണ്ടുപോയി പറയാൻ പറ്റില്ല. കാരണം അവരിപ്പോ അതൊക്കെയാണ് വ്ളോഗേഴ്സ് ഒന്നും നോക്കണ്ടാവില്ല, ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കണമായിരിക്കും. അതെ, അതായത് സംഘത്തിന് ശേഷമായിരിക്കും മൂപ്പര് പോലും ഇയാളെ അറിയുണ്ടാവുക ചിലപ്പോ. സംഗതി PR മന്ത്രിയാണ് റിയാസ് എന്നുള്ളതും, അല്ലെങ്കിൽ റീൽസ് അങ്ങനെ എടുത്ത് നടക്കും, പ്രൊമോഷനാണ് എല്ലാ സമയത്തും ഉണ്ടാവണമെന്നുള്ളതൊന്നും നിഷേധിക്കാം. അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ ഈ വിഷയം വരുമ്പോ ഇപ്പൊ കോൺഗ്രസ്സുകാരാണെങ്കിലും BJP-ക്കാരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ വ്യക്തിയെ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ലേഡി അടക്കമുള്ള ബാച്ചിനെ ഇവിടെ കൊണ്ടുവന്ന ആ ഓഫീസർ ആരാണെന്നും ആ ഓഫീസർ എന്തുകൊണ്ടാണ് ഈ ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞ ലേഡിയെ പ്രിഫർ ചെയ്തത്, അല്ലെങ്കിൽ അവരെ എന്തിനാണ്. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ അത്ര വലിയൊരു ചാനലൊന്നും അല്ല ആരത്. ഈ ജ്യോതി മൽഹോത്രയുടെ ചാനൽ അത്ര വലിയ ബോംബ് പൊട്ടുന്ന ചാനലൊന്നും അല്ല. അവർക്ക് ആകെ ഇപ്പൊ ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷമാണ് എനിക്ക് തോന്നുന്നു കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കയറിയത്. എന്നിട്ട് 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പിന്നെ അവരുടെ വ്യൂവർഷിപ്പ് നിങ്ങൾ നോക്കിയാൽ മതി. ഈ പാകിസ്ഥാനിൽ പോയ വീഡിയോയ്ക്ക് മാത്രമേ അവർക്ക് വ്യൂവർഷിപ്പ് ഉള്ളൂ. അല്ലാതെ ഈ കേരളത്തിൽ വന്നു പോയതോ അതും ഇതിനൊക്കെ ആയിട്ട് നോക്കുന്ന സമയത്ത് ഏറിപ്പോയ 1 ലക്ഷം തട്ടുന്നത് തന്നെ വളരെ കുറവാണ്. ഓക്കെ, ഇനി തട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ പറഞ്ഞ പോലെ 1 ലക്ഷം 2 ലക്ഷത്തിന് മുകളിൽ നിൽക്കുന്നുള്ളൂ, അതിനപ്പുറം അവർക്ക് പോകണമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കാരണം ഈ ജ്യോതി മൽഹോത്രയുടെ സീൻ എന്താ അറിയാം നിങ്ങൾക്ക്, ഇവര് പാകിസ്ഥാനിൽ പോയ സമയത്തും അവിടെയും ഇവർക്ക് ഹെൽപ്പ് ചെയ്തത് ഈ ഓഫീസർ ലെവലിലുള്ള ആളുകളാണ്. മിനിസ്റ്റർ ലെവലിലുള്ളതോ അല്ലെങ്കിൽ വലിയ ഹയർ ഒഫീഷ്യൽസ് അല്ല, അടിയിലൂടെയാണ് കളി. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി ഉള്ള സമയത്ത് ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞോ, ഒരു പൊളിറ്റിക്കൽ ഗെയിം, ഒരു പൊളിറ്റിക്കൽ സാധനം വെച്ചിട്ട് റിയാസിന്റെ നെഞ്ചത്ത് കൊണ്ടുപോയിരുന്നേക്കാൾ നല്ലത് അതിൻ്റെതായിട്ടുള്ള ആളുകൾ ആരൊക്കെയെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അവരിലേക്ക് ഇവിടുത്തെ NIA-യും നാഷണൽ ഇന്റലിജൻസും എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മന്ത്രി പറഞ്ഞൊരു കാര്യം ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ചാരപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഓരോവിടെ വിളിച്ച് അതിന്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരാണോ കേരളത്തിൽ? നമ്മൾ എല്ലാം നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത്. എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. നമ്മൾ ഇങ്ങനെ ഒരു ബോധപൂർവം കൊണ്ടുവരുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളിപ്പോ ഈ ചോദ്യം ചോദിക്കാനുള്ള ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായില്ല. അതായത് ഇവര് നടത്തിയ ചാരപ്രവൃത്തിയിൽ നമുക്കൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണോ? പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. എങ്ങനെയാണ് കാലങ്ങളായി ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്, അതിൽ മന്ത്രിക്കോ ഗവൺമെന്റിനോ എന്തെങ്കിലും റോളുണ്ടോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് പരിശോധിച്ചിട്ടാണ് നിങ്ങൾ വാർത്ത കൊടുക്കണം. നിങ്ങൾ ഓൾറെഡി വാർത്ത കൊടുത്തു കഴിഞ്ഞല്ലോ, അതിന്റെ കാർഡ് വന്നു കഴിഞ്ഞു. കാർഡിൽ വന്നിട്ടുള്ള വാചകങ്ങൾ എന്താണെന്ന് നമുക്കറിയാം, ഒക്കെ നമുക്കറിയാം. അതിനു മുമ്പ് ഒന്ന് പഠിച്ചിട്ട് ഇതെങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങൾ, ടൂറിസം വകുപ്പിന് റോളുണ്ടോ, മന്ത്രിക്ക് റോളുണ്ടോ, സർക്കാരിന് റോളുണ്ടോ എന്നൊക്കെ പഠിച്ചിട്ടല്ലേ സാധാരണ മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് അല്ലേ? അങ്ങനെയല്ലേ നടത്തുന്നത്? ചെറിയ കാര്യമായിട്ടത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ?
ചാരപ്രവർത്തിയായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലൊക്കെ കൊടുക്കേണ്ട പോലെയാണോ വന്നത് വാർത്ത? നിങ്ങൾ പരിശോധിക്കൂ. അപ്പൊ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഈ ചാരപ്രവൃത്തി നടത്തുന്നവരുമായി ചേർന്നുകൊണ്ട് അവരെവിടേക്ക് കൊണ്ടുവന്ന് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് എല്ലാ നിലയിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പോയി എന്നുള്ള അഭിപ്രായമാണോ നിങ്ങൾക്ക്? BJPയുടെ ഏതോ നേതാവ് അഭിപ്രായം പറഞ്ഞായിട്ട് കേട്ടു. നിങ്ങൾക്കും അഭിപ്രായം ഉണ്ടോ? എനിക്കറിയില്ല. വാർത്ത കൊടുക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കണം. ഇതാ കിട്ടിപ്പോയി ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടാകാണ്ട് 2 പൊട്ടിക്കൽ പൊട്ടിക്കുക എന്നുള്ള എന്ത് ഉപയോഗിക്കാൻ നിങ്ങൾ തീരുമാനിച്ചപ്പോൾ നമ്മൾ എന്ത് പറയാനാണ്? അത് ഇതില് നിങ്ങള് ഏതായാലും നിങ്ങൾ കാർഡൊക്കെ ഇട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞു. ആ കാർഡിട്ട് പല ആളുകളും വിളിച്ചൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് കളർഫുള്ളായിട്ട് വാർത്ത കൊടുത്തു. ഇതില് മന്ത്രി പറഞ്ഞ 1-2 കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് എതിർപ്പുണ്ട്. ടൂറിസം വകുപ്പിന്റെ കീഴിൽ വന്നതാണ് എന്നുള്ളത് ആ ലേഡി തന്നെ പറയുന്നുണ്ട്. എല്ലായിടത്തും കേരള ടൂറിസത്തിനെ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ടൂറിസം മന്ത്രിയോടല്ലാതെ അമ്മായിയച്ഛനായ പിണറായി വിജയനോട് ചോദിക്കാൻ പറ്റും? അല്ല, മാത്രല്ല ഇതിപ്പോ പത്രക്കാർ ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ മന്ത്രിക്കോ ഗവൺമെന്റിനോ ഇതിലുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം ഒരു തൊഴിലാളി ഒരു കുറ്റം ചെയ്ത യജമാനോട് തന്നെയാണ് ചോദ്യം വരിക. അതെ. അപ്പോ ചോദ്യം കൃത്യമായിട്ടാണ് ഇവിടുത്തെ മീഡിയ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ അത് ഇന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ടൂറിസം മന്ത്രിനോട് എന്തിനു ചോദിക്കണം? അത് പറയാൻ പറ്റില്ല. സംഗതി നിങ്ങള് കരുതി കൂട്ടി ഒരാളെ ചാരപ്രവർത്തിക്ക് ഇവിടെ കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മൾ ആരും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കൊണ്ടുവന്ന ലിസ്റ്റിൽപ്പെട്ട ഒരാള് ചാരപ്രവർത്തി ചെയ്തൊരു വ്യക്തിയാണ് പിന്നീട് തെളിഞ്ഞ സമയത്ത് അതിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം കൃത്യമായി അഡ്രസ് ചെയ്ത് അതിന് ഉത്തരം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം സാർ. പിന്നെ ഒരു കാര്യം നല്ല കാര്യമാണ്, ഈ മന്ത്രിസഭയിലും ഈ പാർട്ടിയിലും പിണറായി വിജയന്റെ അതേ ടോണിൽ വർത്താനം പറയാത്തൊരു മനുഷ്യയാണ്. ബാക്കിയുള്ളവരൊക്കെ ഇയാൾ കോഴിക്കോടൻ ഭാഷയാ പറയണേ. സാധാരണ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ എനക്കറിയില്ല എന്ന് പറയുന്നോടത്ത് ഈ ചങ്ങായി അതില്ല. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. മന്ത്രി റിയാസ് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ കരുതിക്കൂട്ടി മന്ത്രി റിയാസിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നതല്ല. ചെയ്യുന്നുണ്ടാവാം, ഓക്കെ, രാഷ്ട്രീയ പാർട്ടികളുള്ളവർ ചെയ്യുന്നുണ്ടാവും. പൊതുജനം ഒരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. അതായത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയല്ലേ സാർ ഈ വ്യക്തിയെ കൊണ്ടുവന്നേ? അത് എന്ത് ക്രൈറ്റീരിയ ആയിരുന്നു? ആ ക്രൈറ്റീരിയ എന്താണ്? കാരണം കേരളത്തിൽ എത്ര വ്ളോഗേഴ്സ് ഉണ്ട്? ഇഷ്ടംപോലെ വ്ളോഗേഴ്സ് ഉണ്ട്. ഇവിടെ ലോക്കൽ ക്രൗഡാണ് സത്യം പറഞ്ഞ കേരളത്തിൽ ചുറ്റി നടക്കുന്നത് അല്ലേ? ഫോറിൻ ക്രൗഡ് വരുന്നതിനേക്കാൾ ഇരട്ടി ലോക്കൽ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് സ്ഥലങ്ങൾ, ഇപ്പൊ മലപ്പുറത്തുള്ള നമ്മൾ കൊച്ചി പോയിട്ട് ആലപ്പുഴ പോയിട്ട് അല്ലേ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇവർക്ക് നിങ്ങൾ കൺസിഡർ ചെയ്തോ? എത്ര പേരെ നിങ്ങൾ കൊണ്ടുവന്നു ഇവിടുത്തെ നമ്മളുടെ ഈ ട്രാവൽ വ്ളോഗേഴ്സിനെ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? പിന്നെ ഈ ട്രാവൽ വ്ളോഗേഴ്സിന്റെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളതാണ് മെയിൻ. അത് ആര് തയ്യാറാക്കി, ആര് നിങ്ങൾക്ക് തന്നു, അതാണ് അതിനടുത്ത് ചോദ്യവും അതിനുള്ള ഉത്തരവാണ് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നത്. അന്വേഷിക്കേണ്ടത് അതാണ്. കാരണം എന്താ പറയുക, ഈ ലേഡി ഇവിടെ വന്നിട്ട് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിള്, ഇവിടുത്തെ കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, മറ്റേ മെട്രോ, ലുലു മോള്, അത്യാവശ്യം ഫോർട്ട് കൊച്ചി അടക്കം എല്ലാ ക്രൗഡഡ് പ്ലേസുകളും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പോയി വിഷ്വൽസ് പകർത്തി ഇവരെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊന്ന് പോസ്റ്റ് ചെയ്ത വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. പോസ്റ്റ് ചെയ്യാത്ത എത്ര വിഷ്വൽസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ല, പോസ്റ്റ് ചെയ്യാതെ അവർ എത്രയെങ്കിലും വിഷ്വൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ കൊച്ചി എന്ന് പറഞ്ഞാൽ നേവി ബേസാ, കൊച്ചി നേവൽ ബേസ് ഉണ്ട്. അവിടെയൊക്കെ കയറിയിട്ട് ഇവര് വീഡിയോ സാധനങ്ങൾ പുറത്തുനിന്നാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ സീനല്ലേ? അല്ല, അവരാവശ്യം നമ്മൾ ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കല്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ എന്താ കാട്ടിയുള്ളത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവരെ ബുക്ക് ചെയ്ത്. അതെ. അപ്പൊ എന്താണെങ്കിലും പിന്നെ അതേപോലെ അല്ല, ഇവർ ഇവിടെ വന്നിട്ട് എത്ര ആളെ മീറ്റ് ചെയ്തു ഒരു ചോദ്യമാണത്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവർ ഇവിടെ വന്ന് എത്ര പേരെ മീറ്റ് ചെയ്തു? ആൻഡ് ഇവരുടെ വ്ളോഗിൽ തന്നെ ഞാൻ കണ്ടു. ഞാൻ ആ പീസ് ഇപ്പൊ വെക്കുന്നില്ല, ആവശ്യം വന്നാൽ വേണമെങ്കിൽ ഞാൻ വെക്കാം. ഒരു പാകിസ്ഥാനിയായ വ്യക്തി കേരളത്തിൽ ഈ ലേഡി വന്ന സമയത്ത് വേറെ ആരും ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പാകിസ്ഥാനിയായ ഈ വ്യക്തി വന്ന് ഇവരെ തിരിച്ചറിഞ്ഞിട്ട്, എനിക്ക് നിങ്ങളറിയാം ട്രാവൽ വിത്ത് ജോ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വ്ളോഗിലൊരു പീസ് ഉണ്ട്. മനസ്സിലായോ? എനിക്കെന്തോ നമുക്ക് ഡൗട്ട് തോന്നൂല്ലോ, തോന്നാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കൊക്കെ ഡൗട്ടൊക്കെ തോന്നി. ആവശ്യമുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് എന്താണ്, ഏത് ഓഫീസറാണ് ഇവരെ കൊണ്ടുവന്നേ, ഏത് ചാനലിലൂടെയാണ് ഇവർ ഇവിടെ എത്തിയെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വിവരങ്ങൾ രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്ന കാര്യമാകുമ്പോൾ നമ്മൾ ഓരോ സാധാരണക്കാർക്കും സംശയിക്കാം, ചോദിക്കാം, അതിനുള്ള മറുപടി നമ്മൾ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിയുടെ നെഞ്ചത്തൊരു 100% ഫോൾട്ട് എടുത്ത് വെക്കുന്നില്ല. അത് വെക്കാത്തടത്തോളം കാലം മന്ത്രി തന്നെ എന്ത് വേണ്ട,
ഇന്നാ ചോദിക്കണ്ട, എന്നോട് പറയണ്ടെന്ന് പറയരുത്. നിങ്ങളോട് ചോദ്യം വരും, അതിന് ഉത്തരം നിങ്ങൾ പറയണം സാർ. പക്ഷേ ഇത് ആരാണ്, ഏത് ഓഫീസറാണ് ഇത് തീരുമാനിക്കുന്നത്? ഏത് ഓഫീസറാണ് ഇത് തീരുമാനിക്കുന്നത്? അത് തീരുമാനിച്ചതിന്റെ ക്രൈറ്റീരിയ എന്താണ്? ഇവരെ കൊണ്ടുവരാനുള്ള ക്രൈറ്റീരിയ എന്താണ്? പക്ഷെ ആ ഒരു ഉത്തരവാദിത്വം മന്ത്രിക്ക്. പിന്നെ മന്ത്രി ശരിക്കും എന്താ ചെയ്യേണ്ടിയിരുന്ന അറിയോ? ഇത് ഒറ്റയടിക്കുള്ള ഒരു ഉത്തരവായി പോയി. അതെ, മന്ത്രി ഇങ്ങനെയല്ല ചെയ്യാം. ഉത്തരവായി പോയി. ഇതിപ്പോ വീണാ വിജയൻ ചെയ്തത് സെയിം പരിപാടിയല്ലേ? ബിൽഡിംഗ് പൊളിഞ്ഞാടിയപ്പോ അതിന്റെ അടിയിൽ തന്നെ വന്നിരുന്നിട്ട് ഒന്നും അന്വേഷിക്കാതാണ് വിളിച്ചു പറഞ്ഞു. മന്ത്രി റിയാസ് ഇപ്പൊ എന്താ ചെയ്തേ? കൃത്യമായിട്ടൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോ ആദ്യം ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർ പഠിക്കേണ്ട എന്താ അറിയോ? കാര്യം മനസ്സിലാക്കി സംഗതികൾ അറിഞ്ഞു വെച്ചതിന് ശേഷം ജനങ്ങളെ അഡ്രസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്തിയോ കാര്യങ്ങൾ പറയണം. ഇവരെന്താ വെച്ചാൽ സാധാരണക്കാരാണെങ്കിലും അല്ലാത്ത ആളുകൾ എന്ത് ചോദിച്ചാലും ഇത് ഞങ്ങൾക്കെതിരെയുള്ള ഒരു ഒളിയമ്പ് ഇങ്ങനെ പറയുകയാണ് ചെയ്യണത്. എല്ലാം അങ്ങനെ ആവണമെന്നില്ല. ഇതൊക്കെ ശരിക്കും മന്ത്രി റിയാസ് കറക്റ്റ് പഠിച്ച് ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഏത് ഉദ്യോഗസ്ഥനാണ് ഇത് വിളിച്ചു വരുത്തിയത്, ആ ഉദ്യോഗസ്ഥനോട് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചു, അയാൾ എനിക്ക് ഡീറ്റെയിൽസ് തന്നു. നാളെ ഇനി NIA അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും നാഷണൽ ഇന്റലിജൻസും സ്റ്റേറ്റ് ഇന്റലിജൻസും അയാളെ ചോദ്യം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതാ റെഡി, ഇതാ നിൽക്കുന്നു ആള്. പിന്നീട് ഇതിൽ കുത്തി ചോദിച്ചോണ്ട് വരില്ല, ഒന്നും വരില്ല. പത്രക്കാരൻ പോട്ടെ, ഓപ്പോസിറ്റ് പാർട്ടിക്കാർ പോലും ചോദിച്ചു വരില്ല. പിന്നോട് ചോദിക്കാനൊന്നും ഇല്ലല്ലോ ചോദിക്കാൻ. ഇതല്ല, ഇതൊരു ചാടി കയറിയിട്ട് ഇതെന്തിനാ ഇന്നോട് ചോദിക്കുന്നത്? പിന്നെ മന്ത്രിയൊക്കെ ഓട്ടും കുത്തി വിട്ട് കഴിഞ്ഞാൽ അന്നോടല്ല, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയപ്പനോട് ഒന്ന് ചോദിക്കാൻ പറ്റൂ? അതല്ല കൂത്ത്. അല്ല, ചോദിക്കാൻ ആളിവിടെ ഇല്ല, പേരിക്കല പോയി. ഇല്ല, അപ്പൊ കണക്ക് പുറത്ത് കയറി. ചോദിച്ച ഉത്തരം ചോദിച്ചാൽ കണക്ക് പുറത്ത് അറിയാണ്. അങ്ങനെ പറയാ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ചോദ്യം ചോദിച്ചവന്റെ തലയ്ക്ക് ഇനി രക്ഷാപ്രവർത്തനമായിട്ട് കുറെ ഡിഫിക്കാര് കയറി വരും. അതുകൊണ്ട് ചാനൽ ഏതാ നയിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാം. ഓക്കെ.